ഇവിടെ പടച്ചവൻ നിങ്ങളെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു പേരുണ്ട്, ദുയൂഫുർ റഹ്മാൻ, കാരുണ്യവാന്റെ അടിമ എന്നാണ്, കാരുണ്യവാന്റെ അതിഥികൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ നാട്ടിൽ നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് പടച്ചോനാണ്. നിങ്ങളെ സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച പടച്ചോൻ പറയുന്നു, നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ നാട്ടിലൊക്കെ ജീവിക്കല്ലേ, നിങ്ങളുടെ വീട്ടിലും നാട്ടിലും നിങ്ങളുടെ തൊഴിലും പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് വരും. ഞാൻ നിങ്ങൾക്ക് കുറേ വാരി കോരി തരും. അതിന് നിങ്ങൾ എൻ്റെ അടുത്തോട്ടൊന്ന് വരണം. അങ്ങനെയാണ് നമ്മൾ ഈ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഒരിക്കലും ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ വിരുന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ വീട്ടിലേക്കൊക്കെ പഴയ കാലത്തെ ഒരവസ്ഥ ഇന്നത്തെ പോലെയൊന്നുമല്ല. ആരെങ്കിലൊക്കെ വീട്ടിൽ വരുന്നത് കുട്ടികളെ, ഞങ്ങളൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ വലിയ സന്തോഷമായിരുന്നു. ഒരു പക്ഷേ അങ്ങനെ വിരുന്ന് വരുമ്പോഴാണ് സത്യത്തിൽ എൻ്റെ വീട്ടിലൊക്കെ പപ്പടം വാങ്ങാറുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പപ്പടമൊക്കെ ഞങ്ങൾക്കൊരു കിട്ടക്കനിയായിരുന്നു. ഒരല്പം രണ്ടാമത്തെ കറിയൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു ചോറിന്റെ സൈഡിൽ ഒരല്പം ഒരു മീനിന്റെ കഷ്ണമോ ഇറച്ചിയുടെ എന്തെങ്കിലും ചാറോ ഒക്കെ, ഒരു കോഴി കഷ്ണമൊക്കെ ഉണ്ടാവുന്നത് ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ്. ഇനി അവർ വരുമ്പോൾ അവരെ നമ്മള് വളരെ പ്രതീക്ഷയോടു കൂടി അവരെ നമുക്ക് ചില സാധനം കൊണ്ടുവരും. ഒന്ന് ബേക്കറി സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ വരുമ്പോൾ കൊണ്ടുവരും. അന്നത്തെ കാലത്ത് അവരുടെ മടിക്കുത്തിൽ ഇങ്ങനെ ഈ തുമ്പിലൊക്കെ കെട്ടിയ മുട്ടായി ഉണ്ടാവും. 1 പൈസയുടെയും 2 പൈസയുടെ ഒക്കെ മുട്ടായി. അത് അഴിച്ചഴിച്ചഴിച്ചഴിച്ചഴിച്ചതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നമുക്കൊന്ന് തരുമ്പോ അത് കിട്ടിയാൽ അതും കൊണ്ടൊരു ഓട്ടം ഓടുന്ന വഴിയിൽ ചിലപ്പോൾ താഴെ വീഴും. വായിലിട്ടത് നമ്മളെ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ താഴെ വീണാലും നമ്മളതന്ന് എടുത്ത് മെല്ലെ നമ്മുടെ ഉടുപ്പിലോ പോക്കറ്റിലോ എവിടെയെങ്കിലുമൊക്കെ തുണിയിലൊക്കെ തുടച്ച് വീണ്ടും വായിലേക്ക് ഇട്ട് അങ്ങനെ നൊട്ടി നുണയുന്ന ഒരു അതിഥികളെ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ ഇപ്പൊ പുതിയ കാലത്ത് അങ്ങനെ വരാൻ നമുക്ക് സമയമുണ്ടെങ്കിലും നിൽക്കാൻ ആർക്കും നേരമില്ല. വരുമ്പോ അന്നത്തെ മടിക്കുത്തിൽ എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വെച്ച ഒരു മുട്ടായിക്ക് പകരം പെട്ടിയും ചിലപ്പോ ലോഡൊക്കെ ആയിട്ടാണ് പുതിയ മുട്ടായി കൊടുക്കലൊക്കെ നമുക്കറിയാം. അപ്പൊ ആ മുട്ടായിയുടെ രൂപവും ഭാവവും രീതിയും ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സാധനം, ഒരു ലോഡും സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യമാണ് ഇവിടെ വരുമ്പോൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം. എവിടെ നിങ്ങളെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് കരുതേണ്ട വിഭവത്തെ കുറിച്ച് പഠിച്ചോ. അത് തഖ്വ. അപ്പൊ നമ്മളെ ആ തഖ്വയുടെ വിഭവമായിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ നാട് വരുമ്പോൾ നമ്മളൊക്കെ ഓരോ ജീവിത സാഹചര്യത്തിലെ ആളുകളാണ്. നമ്മൾക്ക് നമ്മുടെ വീട് എന്ന് പറയുന്നതും നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്ന നമ്മുടെ ജോലിയും നമ്മുടെ മക്കളും നമ്മുടെ ജീവിത മാർഗങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതികൾ, ശീലമുള്ള ആളുകൾ 1-2 ദിവസം കൊണ്ട് നമ്മുടേതായ ശീലങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു പൊതുശീലത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ആ പൊതുശീലം എന്ന് പറയുന്നത് ചില കാര്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ മാറ്റി വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മാറ്റി വെക്കുക തന്നെ വേണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചു, നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന ഒരു വാഗ്ദാനമാണ്. അത് വലിയൊരു ഓഫറാണ്. വലിയ ഓഫർ എന്ന് പറയുന്ന ചില്ലറ ഓഫറല്ല. ഇപ്പൊ ഓണമാണല്ലോ, ഈ വർഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചും കൂടി പൈസ കൂടുതൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. നമുക്ക് പഴയ കാലത്തെ ഓണത്തിനും സന്തോഷത്തിനും ഒക്കെ നമുക്ക് പരിചയമുള്ള ഒരു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു കുറച്ച് അരിയോ കുറച്ച് മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാരയോ ഒക്കെ ആണ്. അത് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി തരുന്നതാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പരിധിയില്ലാതെ ഒരു ഓഫറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് വാങ്ങാനുമാണ് നമ്മൾ വന്നിട്ടുള്ളത്.
അത് അളവില്ലാതെ തൂക്കമില്ലാതെ, പഴയ കാലത്ത് നമുക്ക് ഒരു ആചാര്യ വീട്ടിൽ ചെന്ന അയാൾ വാരി കാരി കൊടുക്കും, അയാൾ തൂക്കിയൊന്നും കൊടുക്കലില്ല, അത് അങ്ങനെ എടുത്തിട്ടാണ് കൊടുക്കലാണ്. അങ്ങനെയൊക്കെ പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോയിട്ടുണ്ട്. അവരെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. വിശുദ്ധരൊന്നുമില്ലാതെ കണക്ക് നോക്കാതെ പടച്ചോൻ തരും എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സൽക്കാരം സ്വീകരിക്കാൻ വന്നവരാണ് നമ്മൾ. അപ്പൊ കുറച്ചു ദിവസം നമ്മൾ പടച്ചോന്റെ വീട്ടിലുണ്ടാവും. ആ ഉണ്ടാവും കുറച്ച് ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഇനി നമ്മുടെ ഗതിവിഗതികളും നമ്മുടെ സ്വർഗവും തീരുമാനിക്കുന്ന ദിവസങ്ങൾ. സ്വർഗം എന്ന് പറയുന്നത് അത് വാങ്ങിയിട്ടേ ഇവിടുന്ന് പോകാവൂ. അത് വാങ്ങാൻ, കിട്ടാൻ, തരാൻ പടച്ചോൻ തയ്യാറാണ്. ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തരാൻ അള്ള തയ്യാറാണ്. അപ്പൊ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കുറച്ചുകൂടിയും പെട്ടെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു അലവൻസും ഒരു ബോണസും ഇവിടെ തരാൻ പോകണം. ഉദാഹരണമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ച കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജനനം മുതൽ നമുക്ക് ഒരു അറിവ് വെക്കുന്ന ഒരു മദ്രസ കാലഘട്ടം മുതൽ ആലോചിച്ച് നോക്കി. നമ്മളേക്കുന്നതൊക്കെ വ്യത്യസ്ത ഏജുകളാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ ജീവിത പരിചയമുള്ള ആളുകളാണ്. നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ പടച്ചോൻ പറഞ്ഞേക്കുമ്പോ നമ്മുടെ കയ്യിൽ പടച്ചോൻ ഒരു സഞ്ചി കൂടി തരുന്നുണ്ട്, ഒരു ചാക്ക്, ഒരു കാലിച്ചാക്ക്. ഇത് കൊണ്ടുപോയി. ഈ ചാക്ക് എന്തിനാ? നിനക്ക് ഇനി എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോ നാട്ടിൽ നീ ഒരുപാട് പെറുക്കി കൂട്ടും. കുറെ സാധനങ്ങൾ പെറുക്കി കൂട്ടുമ്പോ കയ്യിൽ കൊള്ളാതാവും. എല്ലാ വിരലുകളിലും കീസുകൾ തൂക്കി അവസാനം ഇവിടെ വെച്ചു, പിന്നെ കൈന്റെ മടക്കിൽ വെച്ചു. അപ്പോഴും കൊള്ളാതാവുമ്പോൾ നിങ്ങൾക്കൊരു ചാക്ക് ആവശ്യമാണ്. റേഷൻ കടയിൽ പോകുമ്പോ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, അവനെ ഒരു സഞ്ചി കൈ പിടിച്ചോ, കുറെ സാധനം ഉണ്ടാവും, അത് താഴെ വീഴാതെ ചാക്കിലിട്ട് കൊണ്ടുവരാം, സുരക്ഷിതമായിട്ട് കൊണ്ടുവരാം. അങ്ങനെ അവൻ ഓരോന്ന് പെറുക്കി കൂട്ടി ഒരു സഞ്ചിയിലിട്ട് കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഈ ചാക്കിലേക്ക് നമ്മൾ കുറെ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. ആ പെറുക്കി കൂട്ടിയതിൽ നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് അനുസരിച്ച് നമ്മുടെ ചാക്കിന്റെ വലിപ്പം വ്യത്യാസമുണ്ട്. കൊല്ലങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്കറിയാം, നമുക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 3ൽ പഠിക്കുമ്പോ നമ്മളൊന്ന് പെറുക്കി കൂട്ടിയിട്ടുണ്ട്. അതൊരു മത്സരമായി. നമ്മള് മുട്ടായി പെറുക്കൽ ആലോചിച്ചു നോക്കി നിങ്ങൾ. പഴയ കാലത്ത് നമ്മുടെ സാറ് ഇങ്ങനെ റോട്ടിലേക്ക് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ മുട്ടായികൾ നമ്മൾ പെറുക്കി കൂട്ടി വാരിയിട്ടില്ലേ? അത് പുളിങ്കുരുവായി. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പെറുക്കുന്നവർക്ക് സമ്മാനമാണ്. പക്ഷെ നമ്മൾ കൂടുതൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഓരോന്നോരോന്ന് ഇങ്ങനെ പെറുക്കിയെടുക്കുമ്പോൾ നമുക്ക് സമയം നഷ്ടപ്പെടും. അപ്പൊ 2-3-4 ഒപ്പം കിടക്കാണ് നമ്മളത് വാരി കൂട്ടിയിട്ടുണ്ട്. ആ വാരി കൂട്ടുന്നത് എന്ത് ചെയ്തു? സമയത്തിന്റെ പരിമിതി മൂലം നമ്മളത് കൊണ്ട് സാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. സാറ് അതിൽ നിന്ന് ആ സാധനം കുറെ വേസ്റ്റുകൾ ഒഴിവാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ വേസ്റ്റുകളിൽ ചില കോലും കൊള്ളിയുണ്ട്, ചില കടലാസ് കഷ്ണമുണ്ട്, ചില കല്ലുണ്ട്, ചിലപ്പോ ഒരു പുല്ലിന്റെ കഷ്ണം പൊട്ടിയതുണ്ടാവും. അതെല്ലാം പെറുക്കി ഒഴിവാക്കി ഏറ്റവും നല്ല പുളിങ്കുരു എത്രയാണോ അത് എണ്ണി നോക്കിയിട്ടാണ് നമുക്ക് സമ്മാനം തന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് വാരി കൂട്ടിയിട്ടുണ്ട്. ആ വാരി കൂട്ടിയതെല്ലാം കൂടി നമ്മുടെ ചാക്ക് നിറഞ്ഞിരിക്കുകയാണ്.